പോലീസിന്റെ എഫ്ഐആറിലെ പ്രഥമ വിവര സൂചന ഇതാണ്. എല്ലാം അറിഞ്ഞിട്ട് തന്നെ ബഹു കേരള ആരോഗ്യമന്ത്രി വീണ ജോർജും പരാതിക്കാരനായ ഗൺമാനും കൂടി തിരുവനന്തപുരത്ത് വന്ദേ ഭാരത് എക്സ്പ്രസിൽ പോകുന്നതിനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എൻട്രൻസിൽ എത്തിയ സമയം ഇതുവരെ വളരെ ശരിയാണ്. കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി 1 മുതൽ 5 വരെ കൂടിയ KSU പ്രവർത്തകരായ പ്രതികൾ റെയിൽവേ സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറി കരിങ്കൊടി കാണിച്ച് മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചും കൊല്ലട എന്നാക്രോശിച്ചുകൊണ്ടും എന്തോ ആയുധം ഉപയോഗിച്ച് മന്ത്രിക്ക് നേരെ ചാടി വീണ് കഴുത്തിന് ആക്രമിക്കുകയും തടയാൻ ശ്രമിച്ച പരാതിക്കാരനെ കൈകൊണ്ടടിക്കുകയും തടഞ്ഞു വെക്കുകയും ചെയ്ത കാര്യത്തിന് കണ്ണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സന്തോഷ് PK, ഗൺമാൻ അഭിലാഷ് MS എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തി. ഇപ്പോൾ മാരകായുധം ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ കഴുത്തിന് പരിക്കേൽപ്പിക്കുകയും കൊല്ലാൻ ആക്രോശിച്ച് വരികയും ചെയ്തു എന്നുള്ളതാണ് FIRൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റങ്ങൾ. പരിയാരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ആരോഗ്യമന്ത്രി ഉള്ളത്. അടിയന്തര ശസ്ത്രക്രിയയൊന്നും വേണ്ടെങ്കിലും മന്ത്രി വീണ ജോർജ് ICUവിൽ തുടരേണ്ട ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സൂപ്രണ്ടിന്റെ ഈ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. CPM നേതാക്കൾ ഒന്നടങ്കം ആരോപിച്ചത് വാദിച്ചത് വീണയ്ക്കെതിരെയുള്ള ഒരു വധശ്രമമായിരുന്നു എന്നുള്ളതാണ്. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കും. മന്ത്രി വീണ ജോർജ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് നടന്ന് എസ്കലേറ്റർ വഴി കയറി റാമ്പ് ക്രോസ് ചെയ്ത് 2ഉം 3ഉം പ്ലാറ്റ്ഫോമുകൾ ഉള്ള സ്ഥലത്ത് സ്റ്റെപ്പ് ഇറങ്ങി ഇരിക്കുന്ന സ്ഥലത്താണ് സ്പീക്കർ AN ഷംസീറിനെ കാണുന്നത്. നാടകം ആരംഭിക്കുകയായി. അവിടെ വെച്ചാണ് AN ഷംസീർ മുഖ്യമന്ത്രി ആദ്യം ഫോൺ വിളിക്കുന്നു, രണ്ടാമത് വിളിച്ചാണ് വീണയുടെ കയ്യിൽ കൊടുക്കുന്നത്, മന്ത്രി വീണ ജോർജിന്റെ കയ്യിൽ. വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ ഈ സംഭവത്തിന് ശേഷവും 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തി അവരെ പിന്തിരിപ്പിക്കുന്നു AN ഷംസീർ. മാറ്റി പറയാൻ പറ്റൂ, എനിക്കിങ്ങനെ അറിയുള്ളൂ. ആശുപത്രിയിലാകുന്നു. പിന്നീട് മുഖ്യമന്ത്രി വരികയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ശ്രീ KS അരുൺകുമാർ, മന്ത്രിക്ക് നേരെയുണ്ടായ പ്രതിഷേധത്തിൽ മന്ത്രിയുടെ കഴുത്തിൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് വധിക്കാൻ നടത്തിയ ഒരു ശ്രമം എന്ന് CPMന്റെ വാദം തെളിയിക്കുന്ന ഒരു തെളിവോ ദൃശ്യങ്ങളോ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അങ്ങനെന്നുണ്ടെങ്കിലല്ലേ പുറത്തു വരുള്ളൂ. യഥാർത്ഥത്തിൽ മന്ത്രിക്ക് നേരെ നടന്ന പ്രതിഷേധത്തെ ഒരു വധശ്രമമാക്കി CPM ഒരു തിരക്കഥ ഉണ്ടാക്കുകയായിരുന്നു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഏതായാലും ഞാനൊരു മറ്റൊരു ചാനലിന്റെ ചർച്ചയെന്നാണ് വരുന്നത്. അവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് മുദ്രാവാക്യം കേട്ട് മുറിവേറ്റു എന്നാ, മുദ്രാവാക്യം കൊണ്ട് മുറിവേറ്റ മന്ത്രി എന്നാ പറഞ്ഞത്. ഇപ്പൊ ഏതായാലും ഒരു റിട്ടയർഡ് DYSP വന്നിട്ട് പറയുന്നു മന്ത്രി എന്താണ്ട് സ്വയം പരിക്കേൽപ്പിച്ചു എന്ന രൂപത്തിലാണ്, മന്ത്രിയാണ് ആക്രോശിച്ചത്, മന്ത്രിയാണ് എല്ലാ പ്രശ്നം ചേർത്തിയതും. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ. അദ്ദേഹം ഈ പുട്ടിന് പീരയിടുന്നവരെ അദ്ദേഹം കൂട്ടിച്ചേർത്തത് നിരവധി സാക്ഷിമൊഴികൾ കണ്ടു പൊതുസമൂഹത്തിൽ നിന്ന്. ആ FIRുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് സാക്ഷിമൊഴിയാണ് ഈ ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ വന്ന് കോൺഗ്രസിനെ വെളുപ്പിക്കാൻ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ DYSP കണ്ടതെന്ന് ആദ്യം ഒന്ന് പറയാമോ? റിട്ടയർഡ് DYSP അല്ല, റിട്ടയർഡ് SP ആണ്. താങ്കൾ SPയോ അതിൽ വലിയ ആളായാലും ഇന്നലെ വൈകുന്നേരം രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസിലെ ഏത് സാക്ഷിമൊഴിയാണ് താങ്കൾ വായിച്ചത് എന്നൊന്ന് അനിൽകുമാർ അല്ല ശ്രീ അരുൺകുമാർ, പലരും അദ്ദേഹത്തെ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞു. അത് ശ്രീ രാജ്മോഹന് കിട്ടിയ ബോധ്യമാണ്. യു ആർ നോട്ട് കോമ്പിറ്റന്റ് ആയിട്ടില്ല, പ്രൊമോഷൻ ആക്കിയിട്ട് അവിടെ നിർത്തിയാൽ മതി. അല്ല വെളുപ്പിച്ചോ നീ അങ്ങ് ഉണ്ടാക്കല്ലേ. അല്ല വിരട്ടല്ല. ആ വിരട്ടലൊക്കെ അങ്ങ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നെടുത്താൽ മതി, അങ്ങ് ആയ കാലത്ത്. ഇപ്പൊ വിരട്ടാൻ നിൽക്കണ്ട. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഇത് പോലീസ് സ്റ്റേഷൻ അല്ല, ഇത് ചർച്ചാ ഫ്ലോർ ആണ്. താങ്കൾക്ക് സമയം തന്നു, 13 മിനിറ്റ് സഖാവ് ചർച്ച ചെയ്തേ. താങ്കൾ ചർച്ച ചെയ്തേ അതൊക്കെ കേട്ടിരുന്നു, മണ്ടത്തരാണെങ്കിലും. ഇപ്പൊ മര്യാദയ്ക്ക് അവിടെ കേട്ടിരുന്നോളാം. കുറച്ചുകൂടി കുറച്ചുകൂടി മാന്യമായും മര്യാദയ്ക്കുള്ള ഭാഷ ഉപയോഗിച്ചാൽ മതി എന്ന് ഞാൻ പറയാണ്. മതി. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, അടിച്ചു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ ഇടപെട്ടതാണ് ശ്രീ അരുൺ പറഞ്ഞു വരുന്നത്. രാജ്മോഹൻ പറഞ്ഞതിന്റെ മറുപടിയാണ് താങ്കൾക്ക് പറയാം. ഇന്ന് പുറത്തു വന്ന ശ്രീ MP ജയരാജൻ അടക്കം പുറത്തുവിട്ട വീഡിയോയിലടക്കം ഇന്നലെ എന്താ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞത്? റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രിയുടെ 7 അയലക്കത്ത് പോലും KSUവിന്റെ പ്രവർത്തകർ പോയിട്ടില്ല എന്ന. അതിൽ സത്യമല്ലേ? ഇന്ന് അത് പോയില്ലോ. 7 അയലക്കത്ത് പോയി
പോലീസ് വലയം ഭേദിച്ചു, അങ്ങ് ഉള്ളിലേക്ക് കടന്നു, മന്ത്രിയെ ആക്രമിച്ചിട്ടുണ്ട്, അതിന്റെ വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുന്നു. ഇത് പൊതുസമൂഹത്തിൽ കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഏതു തരത്തിൽ ഇതിനെ വെളുപ്പിക്കാൻ നോക്കിയാലും ആരൊക്കെ കൊണ്ടുവന്നിരുത്തി പറഞ്ഞു കേട്ട വിവരം വെച്ച് വിശദീകരിച്ചാലും അത് കൃത്യമായിട്ട് അവിടെ ഒരു സംശയം ശ്രീ അരുൺകുമാർ, ഈ എം പി ജയരാജൻ പുറത്തുവിട്ട ദൃശ്യങ്ങൾ എന്ത് വ്യക്തമായി എന്നാണ് താങ്കൾ വീണ്ടും പറയുന്നത്? മന്ത്രിയുടെ തൊട്ടടുത്ത് എത്തുന്നതും കരിങ്കൊടി കാണിക്കുന്നതും അതോടൊപ്പം തന്നെ അവിടെ മന്ത്രി തന്നെ പറയുന്നു തനിക്ക് ആക്രമണമേറ്റു, ഇന്ന വ്യക്തി KSUക്കാരുടെ കയ്യിൽ നിന്നാണ് ആക്രമണം ഏറ്റതെന്ന് ഇതിലെ വിക്ടിം തന്നെ പറയുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷിമൊഴികൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ശേഖരിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എം പി ജയരാജൻ പറഞ്ഞത് മന്ത്രിയുടെ കഴുത്തിൽ പരിക്കേൽപ്പിച്ചു, അതിന്റെ ഭാഗമായി കറുത്ത തുണി മന്ത്രിയുടെ കഴുത്തിൽ കാണാം എന്നാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന കറുത്ത നിറമെന്ന് പറയുന്നത് മന്ത്രിയുടെ ഗൺമാൻ മന്ത്രിയുടെ ഭാഗത്തു കൂടി കടന്നു പോകുന്നതാണ്. ശ്രീ അരുൺകുമാറിന് ആ ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? ഇത് മുന്നണി തീരുമാനം. അപ്പൊ ഞാൻ ചോദിച്ചത്, മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിൽ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു എന്നുള്ള CPM-ന്റെ വാദം സാധൂകരിക്കുന്ന ഒരു തെളിവിന്റെ കണികയെങ്കിലും പൊതുമധ്യത്തിൽ എത്തിയിട്ടുണ്ടോ? അത് നിരവധി തെളിവിന്റെ കണികയുണ്ട്. അത് കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ കണിക എത്തേണ്ടത് കോടതിയിലേക്കാണ്. അത് കോടതിയിലേക്ക് എത്തും. മെഡിക്കൽ റെക്കോർഡ്സും മറ്റു കാര്യങ്ങളും വെച്ച് കൃത്യമായി ആ പരിക്കുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്. അത് മീഡിയ ട്രയലിലല്ല നമ്മൾ തെളിയിക്കേണ്ടത്. അത് കൃത്യമായി പോലീസ് കോടതിയിൽ തെളിയിച്ചു. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. CPM നേതാക്കൾ തന്നെ പൊതുമധ്യത്തിൽ വന്ന് വനിതയായ ഒരു മന്ത്രിയെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചു, ചാവേർ ആക്രമണമാണ് നടത്തിയത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് പോലീസ് അന്വേഷിച്ച് കോടതിയിൽ വിവരങ്ങൾ വരട്ടെ, ആശുപത്രി രേഖകൾ വരട്ടെ എന്ന് കാത്തു നിന്നില്ല. രണ്ടാമതൊരു കാര്യം കൂടി, ഈ മുഖ്യമന്ത്രിയെ സ്പീക്കർ AN ഷംസീർ വിളിച്ച് മന്ത്രി വീണ ജോർജിന് കൊടുക്കുമ്പോൾ മന്ത്രി വീണ ജോർജ് തന്നെ പറയുന്നത്, ഞാൻ കയറി വന്നപ്പോൾ അവിടെ ഒരു ഉന്തും തള്ളുമുണ്ടായി, ഒരു തിക്കും തിരക്കുമുണ്ടായി, തനിക്ക് നേരെ ഒരു അക്രമം ഉണ്ടായിരുന്നോ, താൻ ആക്രമിക്കപ്പെട്ടുവെന്നോ മുഖ്യമന്ത്രിയോട് സംസാരിക്കുമ്പോൾ മന്ത്രി വീണ ജോർജും പറയുന്നില്ല. ഇവൻ ശരിയല്ല. PG, ഇതിൽ ഈ സമര കേന്ദ്രം സാധാരണ ഒരുപാട് പ്രതിഷേധങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇത് കൃത്യമായി റെയിൽവേ സ്റ്റേഷനിൽ മറ്റ് യാത്രക്കാർക്കൊപ്പം യാത്ര ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആക്രമണമാണ്. ആ ആക്രമണം കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് എന്ന് പറയാൻ കാരണം, ഒരു 3-4 ദിവസം മുമ്പാണ് ഔദ്യോഗിക വസതി ആക്രമിച്ച് ഗേറ്റ് വരെ തകർത്ത് പോലീസുകാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് ഔദ്യോഗിക വസതിയിൽ കൊണ്ടുപോയി റീത്ത് വെച്ചത്. എന്താണ് കാരണം? ഇതിന് ഒരു സമരത്തിന് ഒരു കോസ് വേണ്ടേ? അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന, വീണ്ടും ഞാൻ ഈ ചോദ്യം ആവർത്തിക്കുന്നു, താൻ ആക്രമിക്കപ്പെട്ടുവെന്ന് ആദ്യം സംസാരിക്കുന്ന മുഖ്യമന്ത്രിയോട് മന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടില്ല. അതിനുശേഷം അവർ എസ്കലേറ്ററിൽ കയറി അവർ റാമ്പ് ക്രോസ് ചെയ്ത് സ്റ്റെപ്പ് ഇറങ്ങി 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ യാത്ര തിരിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് സ്പീക്കർ AN ഷംസീർ എത്തിയതിനു ശേഷമാണ് ഈ രംഗങ്ങൾ മുഴുവൻ മാറുന്നത്. ഇപ്പോൾ മന്ത്രി ആക്രമിക്കപ്പെട്ടു എന്ന് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് CPM നേതാക്കൾ പറഞ്ഞത്? പോലീസിന്റെ ആ സമയത്ത് FIR ഇല്ല, മന്ത്രി വീണ ജോർജ് ആരോടും പറഞ്ഞിട്ടില്ല, മറ്റെന്തെങ്കിലും ബോധ്യങ്ങൾ വന്നിട്ടില്ല. മുൻ ജില്ലാ സെക്രട്ടറിമാരായ 2 പേർ നേരെ വന്ന് പറയുകയല്ലേ മന്ത്രി വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നല്ലേ പറഞ്ഞത്? ഓരോ ഉടായിപ്പായിട്ട് അറിയിക്കോളൂ. ഒരു FIS വായിച്ച് താങ്കൾ ചർച്ച തുടങ്ങുന്നു. ആ FIS എത്ര ടൈം കഴിഞ്ഞിട്ടായാലും ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി ഇൻസിഡന്റ് ആണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ, ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഇതിലെ പരിക്കേറ്റ വിക്ടിം കൊടുക്കുന്ന മൊഴിയാണ്. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. 3:15 ഈ സംഭവം ഉണ്ടാകുന്നത്. 9 മണിക്കാണ് രാത്രി ആശുപത്രിയിലെത്തി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മൊഴിയെടുക്കുന്നത്. പക്ഷേ ഈ സംഭവം ഉണ്ടായി സ്പീക്കർ AN ഷംസീർ വന്ന് മുഖ്യമന്ത്രിയുമായി വിളിച്ച് സംസാരിച്ച് വീണ ജോർജിനെ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വീണ ജോർജിന് നേരെ നടന്നത് വധശ്രമമാണെന്ന് പാർട്ടി പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉന്നയിച്ച ചോദ്യം. ഇവിടെ FIS വായിച്ചുകൊണ്ട് താങ്കൾ ഈ ചർച്ച തുടങ്ങിയത് നന്നായി. ആ FIS 10-17 സാർ FIR ഇടുന്നത്. ആരോഗ്യമന്ത്രി 10-17 വാചകമാണ്. ആ സമയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 10-17 സമയം എടുത്ത് നോക്കൂ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കൃത്യമായി മൊഴി കൊടുക്കുന്നത് ആരോഗ്യമന്ത്രി തന്നെയാണ്. ഈ സംഭവം കണ്ട രാത്രി 9 മണിക്ക് 4 മണി 4:30 ആയപ്പോഴേ നിങ്ങൾ നാട്ടിലിറങ്ങി പറഞ്ഞില്ലേ ആരോഗ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചുവെന്ന്? പാർട്ടി പ്രവർത്തകർ ഏറ്റെടുത്തില്ലേ? മറ്റു പാർട്ടി ഓഫീസുകൾ ആക്രമിച്ചില്ലേ? കലാപ സദൃശമായ സംഭവമല്ലേ ഉണ്ടായത്? പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. ഈ ചർച്ചയുടെ ഇൻട്രോ
ഈ ചർച്ചയുടെ സമാപനം താങ്കൾ ഇങ്ങനെ പൂമാല ഇടാൻ വേണ്ടി KSUക്കാർ ചെയ്തതാണെന്നും കൂടി പറഞ്ഞോ? എനിക്ക് അവരുടെ വക്കാലത്ത് എടുക്കേണ്ട കാര്യമില്ല. സമാധാനകാംക്ഷികളാണെന്ന് നിങ്ങൾ പറയുകയും നിങ്ങൾ തന്നെ അധികാരത്തിലേക്കുമ്പോൾ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്ത് എന്തിന് അവർക്കെതിരെ കേസെടുക്കണ്ടേ? ചാവേർ സംഘമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിശേഷിപ്പിച്ചത്. പിന്നെ തുടങ്ങിയ ഇപ്പോൾ വന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാടുകൾക്ക് മറുപടി പറയാൻ പോലും മറുപടി അർഹിക്കാത്ത രീതിയിലായി അദ്ദേഹം. കാരണം കോൺഗ്രസിന്റെ ഒരു ബൂത്ത് സെക്രട്ടറിക്ക് പോലും MV ഗോവിന്ദനോട് മറുപടി പറയാൻ പറ്റാത്തത്ര തമാശയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ തടഞ്ഞത് ഏതെങ്കിലും ഒരു വനിതയുടെ വഴിയല്ല, കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയാണ്. ഇന്നലെ വരെ ഞങ്ങൾ വിചാരിച്ചത് വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയാണെന്നാണ്. ഇന്നലെ CPM നേതാക്കന്മാർ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് അതൊരു വനിതാ മന്ത്രിയാണെന്ന്. ചെടിച്ചട്ടി കൊണ്ടോ ഹെൽമെറ്റ് കൊണ്ടോ തലയ്ക്കടിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇത് കരിങ്കൊടി വീശി ഒരു സ്ത്രീയല്ലേ ഞാൻ? ഏതെങ്കിലും തരത്തിൽ കായികമായിട്ട് അവരെ ആക്രമിച്ചിട്ടുള്ള ദൃശ്യങ്ങളോ എന്തെങ്കിലും തെളിവുകളോ പുറത്തുവിട്ടാൽ അങ്ങനെ ചെയ്ത കുട്ടികളെ ഞങ്ങൾ സംഘടനാപരമായ നടപടി സ്വീകരിക്കും. അതിനപ്പുറത്ത് അവരെ തള്ളിപ്പറയാനും ഞങ്ങൾക്ക് ആർജവമുണ്ട്. അവർ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ എന്നുള്ള ഉളുപ്പില്ലായ്മയൊന്നും ഞങ്ങൾ പറയില്ല. പിന്നെ PG ഈ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ തടയാമോ എന്ന് ചോദിച്ചാൽ KV തോമസിനെ തടഞ്ഞ് കരിയോയിൽ ഒഴിച്ച ചരിത്രം CPM-നുണ്ട്. പുസ്തകം എഴുതിയപ്പോൾ വിമർശിച്ച, രാഷ്ട്രീയ വിമർശനം നടത്തിയ, സാമൂഹ്യ വിമർശനം നടത്തിയ സക്രിയെ തല്ലിയിട്ടുണ്ട്. നോവലിസ്റ്റ് സുകുമാരനെ തല്ലിയിട്ടുണ്ട്. ഇവര് TP ശ്രീനിവാസന്റെ കർണക്കുറ്റി അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാറിന്റെ ചില്ല് പൊട്ടിച്ച് നെറ്റിയിലും നെഞ്ചിലും കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഉറക്കം വരുന്നു. മന്ത്രിമാർക്കെതിരെയുള്ള പ്രതിഷേധം എത്തരത്തിൽ വരെ ആകാം എന്നുള്ളതിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ DYFIയും CPM തൽക്കാലം വരണ്ട. ഞങ്ങളുടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ ഞങ്ങൾക്കറിയാം. ഇനി അടുത്തത് നിങ്ങൾ പറയുന്നത് ജയരാജൻ പുറത്തുവിട്ട വീഡിയോയിലെ കറുത്ത ഷർട്ടാണെങ്കിൽ അരുൺകുമാർ അടക്കമുള്ള CPM-ന്റെ നേതാക്കന്മാർ അടിയന്തരമായിട്ട് കണ്ണാശുപത്രി പോയി കണ്ണ് പരിശോധിക്കണം. ജയരാജൻ പുറത്തുവിട്ടതൊക്കെ അന്ധമായിട്ട് അതങ്ങ് വിളിച്ചു പറയാതെ. കാരണം അത് മന്ത്രിയുടെ ഗൺമാന്റെ കറുത്ത ഉടുപ്പാണെന്നും അടുത്ത് നിൽക്കുന്ന വെളുത്ത ഷർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ ആണെന്നൊക്കെ തിരിച്ചറിയാനായിട്ട് കണ്ണിനും കാഴ്ചയും വേണം, സാമാന്യ ബോധവും വേണം. ഇത് രണ്ടും നഷ്ടപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ പറയുന്നതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാം. ഇനി ഞാൻ ചോദിക്കട്ടെ, 10-35 പോലീസുകാരുടെ രക്ഷാവലയം ഭേദിച്ചുകൊണ്ട് 3 KSUക്കാർ മന്ത്രിയെ ആക്രമിച്ചെങ്കിൽ അടിയന്തരമായിട്ട് ആ പോലീസുകാരെ പിരിച്ചുവിട്ടിട്ട് സേനയിൽ കൊള്ളാവുന്ന ആളുകളെ വിളിക്കണം. കാരണം ഈ മന്ത്രിക്ക് സുരക്ഷയൊരുക്കാൻ കൽപ്പില്ലാത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണം. അത് മാത്രമല്ല, ഈ മന്ത്രിയുടെ എല്ലാ സുരക്ഷയ്ക്കും ഉത്തരവാദിത്തമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ഗൺമാൻ ആ തോക്കിലെ ഉണ്ട വിഴുങ്ങി നിൽക്കുകയായിരുന്നു. ഇന്നലത്തെ ദൃശ്യങ്ങളിൽ ആരോഗ്യമന്ത്രിയാണ് ആക്രോശിക്കുന്നതും അട്ടഹസിക്കുന്നതും ആഞ്ഞടിക്കുന്നതും. ആരോഗ്യമന്ത്രിയെ പിടിച്ചു മാറ്റാനാണ് പോലീസ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത്, അല്ലേ? അതൊരു സത്യം മാത്രം. നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട് തന്നെ പോലീസുകാർ പറയുന്നുണ്ടല്ലോ, ദയവ് ചെയ്ത് പ്രകോപിപ്പിക്കല്ലേ, പ്രകോപിപ്പിച്ചാൽ അപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ആരോഗ്യമന്ത്രിയാണെന്ന്. അപ്പൊ ഈ ആരോഗ്യമന്ത്രി KSUക്കാരെ ആക്രമിക്കോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഭയമായിരുന്നത്. ഈ ആരോഗ്യമന്ത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വിടണ്ട. ആ MRI സ്കാനിന്റെ റിപ്പോർട്ട് എന്താ പുറത്തേക്ക് വിടാത്തത്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ന്യൂറോയ്ക്കും ENTക്കും ഒരു പ്രത്യേക സർജൻ ഇപ്പോ രംഗത്ത് വന്നിട്ടുണ്ട്, AN ഷംസീർ എന്ന പേര്. കാരണം രോഗികളെ നേരിട്ട് കാണുമ്പോൾ തന്നെ ആ അകത്ത് പരിക്കുണ്ടെന്ന് കണ്ടുപിടിക്കുകയാണ്. എന്നെ സംശയിക്കരുത്. ആരോഗ്യമന്ത്രിക്ക് തോന്നിയിട്ടില്ല പരിക്കുണ്ടെന്ന്, പക്ഷെ AM ഷംസീർ സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക പരിക്കുണ്ടെന്ന്. ഷംസീറിന്റെ തിരക്കഥയിൽ മുഖ്യമന്ത്രിയുടെ ആക്ഷൻ പറഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രിയെ തകർത്ത് അഭിനയിച്ച ആ മോണോ ആക്ട് പൊളിഞ്ഞ് തരിപ്പണമായി. സ്വാഭാവികം. ചിന്താ ജെറോം ഇന്നലെ വൃത്തികെട്ട മുദ്രാവാക്യം വിളിച്ചു, സ്ത്രീത്വത്തെ അപമാനിച്ചു വിളിച്ചു. അത് തെറ്റാണെന്ന് താങ്കൾക്ക് പറയാൻ ആർജവമുണ്ടോ? അത് ചിലപ്പോൾ നിങ്ങളുടെ സഖാക്കന്മാരുടെ ഒളിവിലെ ഓർമ്മകളെ കുറിച്ച് ഓർത്തെടുത്ത് പറയുന്നതായിരിക്കും. ഈ നിമിഷം വരെ കൈരളി ചാനൽ അടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അരുൺകുമാർ അടക്കം ഒരൊറ്റ CPM നേതാവിനും ആരോഗ്യമന്ത്രിയായി KSUക്കാർ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഒരു ദൃശ്യവും പുറത്തുവിടാൻ പറ്റിയിട്ടില്ല. ഇവിടെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ഒരുപാട് സാങ്കേതിക വിദ്യയൊക്കെ വികസിച്ച നാടല്ലേ? ആ കാലത്താണ് ഇവർ ഈ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കള്ളം പറഞ്ഞുകൊണ്ട് കലാപാഹ്വാനത്തിന് ആഹ്വാനം നടത്തിക്കൊണ്ട് കേരളം മുഴുവൻ അക്രമം അഴിച്ചുവിട്ടതിന്റെ പേരിൽ ഇവർക്കെതിരെ കലാപത്തിന് കേസെടുക്കേണ്ടതാണ് ചെയ്യേണ്ടത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.